ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആവേശം മൂവിയൊക്കെ കണ്ടിട്ട് അടുത്ത് വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആണോ, മൂവി സ്റ്റാർസ് ആകാൻ പോകുന്നത് ഇനി ഇൻഫ്ലുവൻസേഴ്സ് ആണോ, മൂവി ഇൻഡസ്ട്രി ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആണോ, സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് ആണോ, അത് US സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ കൊച്ചു കേരളത്തിന് സംഭവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ട കുറച്ച് ഇൻസെയിൻ സ്റ്റോറീസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സ്കൂൾ സ്റ്റോറി, വളരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഞങ്ങളുടെ നൊസ്റ്റാൾജിയ സ്കൂൾ സ്റ്റോറിയാണ്, അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ സെമീറിന് ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട് ഈ എപ്പിസോഡിൽ. സോ സ്റ്റേ ട്യൂൺ, വാച്ച് ദ ഫുൾ എപ്പിസോഡ്. സൗദേ, roll the intro music. Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayali. സെമീറെ, ഞാനിപ്പോൾ അടുത്തൊരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം എന്ന് വെച്ചാല്, നമ്മളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ശില്പ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ ബാച്ച്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ സൗദി സ്കൂളിൽ ബോയ്സ് ഉള്ളി സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ഞങ്ങൾ ബോയ്സ് സെക്ഷൻ വേറെ ഗേൾസ് സെക്ഷൻ വേറെ ആയിരുന്നു. പക്ഷെ ട്യൂഷൻ കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് ശില്പ ഇവിടെ കാനഡയിലും ഉണ്ട്. അപ്പൊ ഞാൻ കണ്ട സ്വപ്നം എന്താന്ന് വെച്ചാല്, ശില്പ, ഞാൻ സൗദിയിലാണ്. ശില്പ സൗദിയിൽ ശില്പന്റെ വീട്ടിലൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്ത് ഒരു പാർട്ടി ത്രോ ചെയ്യാണ്. ഞാൻ എന്നിട്ട് ഈ പാർട്ടിയിലേക്ക് പോയപ്പോ നീയൊക്കെ ഉണ്ടോ അവിടെ? ഫുള്ള് ജില്ല് എന്ന് പറഞ്ഞിട്ട് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് എന്തോ ഒരു സാധനം വീട്ടിൽ പോയി എടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ വീട്ടിൽ പോയി എടുക്കാനായപ്പോ ഞാനിങ്ങനെ ഏതായാലും നമ്മളെല്ലാരും ഇന്ന് പാർട്ടി കഴിഞ്ഞിട്ട് ശില്പന്റെ വീട്ടിൽ ക്രാഷ് ചെയ്യാണ്, ഒരു സ്റ്റേ ഓവർ, സ്ലീപ്പ് ഓവർ, പാർട്ടി ഓവർ എല്ലാം ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ എന്നൊരു കാര്യം ചെയ്യാം, എല്ലാവരും കാറും ഇങ്ങനെ വരിയായിട്ടാണ് പാർക്ക് ചെയ്തത്. എന്റെ കാറാണ് മുന്നിൽ എന്നുണ്ട്. ഞാൻ നേരത്തെ ചിലപ്പോൾ പാർട്ടിയിൽ എത്തിയിട്ടുണ്ടാവും, കാരണം എനിക്ക് കുറച്ച് പങ്ക്ച്വാലിറ്റി കൂടുതലാണ്. അപ്പൊ ഞാൻ എന്റെ കാറാണ് ഏറ്റവും മുന്നിലാണ്, ഏറ്റവും ബാക്കിൽ ശില്പന്റെ കാർ എത്താം. അപ്പൊ ഞാൻ ശില്പനോട് പറഞ്ഞു, ശില്പ നിന്റെ ചാവിയും തന്നെ, ഞാൻ വേഗം വണ്ടി പോയിട്ട് എന്റെ സാധനം ഏതായാലും ഞാൻ കണ്ടിട്ട് രാത്രി തിരിച്ചു വരാണ് പറഞ്ഞാൽ അപ്പൊ പ്രശ്നമൊന്നും ഇല്ലാന്ന്. അപ്പൊ ശില്പ ഓക്കെ തന്നെ. ശില്പ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ശില്പക്ക് ഒരു കാറുണ്ട്. ശില്പക്ക് ഒരു കാറുണ്ട്, ഒരു ഗ്രീൻ ഹോണ്ട സിവിക്കറ്റ് ആണ് ശില്പന്റെ കാറ്. ഏതാവട്ടെ, ഞാൻ നേരെ വന്നു എന്റെ സൗദിയിൽ ഞാൻ ജനിച്ച് വളർന്ന എന്റെ അപ്പാർട്ട്മെന്റ്. ഇപ്പൊ എന്റെ പേരൻസ് ആ അപ്പാർട്ട്മെന്റിലല്ല നിൽക്കുന്നത്. എനിക്ക് ആ അപ്പാർട്ട്മെന്റ് ആയിട്ട് അവര് വീട് മാറിയിടാം എന്ന് ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ മാറി. ഞാൻ ജനിച്ച 18 വർഷം ഞാൻ ആ ഫ്ലാറ്റിലാണ് നിന്നത്. എനിക്ക് ചൈൽഡ്ഹുഡ് ഹോം എന്ന് പറയുമ്പോൾ അതാണ്, എന്റെ നാട്ടിലെ വീടല്ല ഓർമ്മ വരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പൊ അവര് മാറി. ആ വീടായിട്ട് എനിക്കിപ്പോ ഒരു ക്ലെയിമും ഇല്ല. അത് ഏതോ ഒരാൾ വേറെ ആരോ താമസിക്കുന്നുണ്ട് ആ വീട്ടില്. അപ്പൊ ആ വീട്ടിലേക്ക് ആണ് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി, ഞാൻ പാർക്ക് ചെയ്ത് ഞാൻ മുകളിൽ പോയി സാധനം എടുത്ത് വേഗം താഴേക്ക് വന്ന് നോക്കുമ്പം ശില്പന്റെ വണ്ടി കാണുന്നില്ല. രാത്രി നേരാണ്, ഒരു മനുഷ്യനും ഇല്ല ചുറ്റും. ഞാനിങ്ങനെ ഏതായിരുന്നു ശില്പന്റെ കാറ്. ഞാൻ പോക്കറ്റ് എടുത്ത് നോക്കി, ഹോണ്ടന്റെ കീ ആണ്. അപ്പൊ ഹോണ്ട ആണ്. എന്നിട്ട് ഞാൻ അവിടെ നോക്കി, പച്ച കളറായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഫുള്ള് തപ്പിയിട്ട് കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോണ്ട് ഒരു ട്രക്ക് പോലത്തെ വലിയ കാറുണ്ട്. ആ കാറിന്റെ താഴെ പൊടിഞ്ഞ് കിടക്കുന്നുണ്ട് ശില്പന്റെ കാറ്. ഞാനിങ്ങനെ എന്റെ മോനെ, ഇത് ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഇത് ആയതെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. നോക്കുമ്പോ ചുറ്റൂര് മനുഷ്യർ, ഒരാൾ ട്രക്ക് അങ്ങനെ പപ്പടം പോലെ പരത്തിയിട്ടുണ്ട് കാണണ്ടേ. അവിടെ ഞാൻ സ്വപ്നം അവസാനിച്ചു. നീ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എവിടെയെങ്കിലൊക്കെ എത്തുന്നു, പക്ഷെ സ്വപ്നം അത്ര അങ്ങനെയാണ്.